ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, അതെ നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നിട്ട്, അതുകൊണ്ട് മൂവാറ്റുപുഴയിലേക്ക് വേഷം മാറിപ്പോയാലോ, നഴ്സും ഡോക്ടറുമായിട്ട് പോകാം. ഓഹോ, അതാണ് നിന്റെ പ്ലാന്? ഇതേ മണ്ടത്തരം പറയാതെ മിണ്ടാതെ ഇവിടെ എങ്ങാനും ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. കൃഷ്ണയാണെങ്കിൽ ആകെ വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് വനിതയിൽ എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മുകുന്ദൻ. ഈ സമയം അവിടേക്ക് അങ്കിത വരികയാണ്. എന്താ മുകുന്ദൻ കാര്യമായിട്ട് വായിക്കുന്നത്? അതോ ഇതിലൊരു ആർട്ടിക്കിൾ ഉണ്ട്, അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. ഓഹോ, എന്തായാലും അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളും ഇവിടെ ജീവിക്കണല്ലോ, പ്രസവാനന്തരം അമ്മ മരിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് കേട്ടിട്ട് അങ്കിതയാണ് സങ്കടത്തോടെ പറയുന്നുണ്ട്, ആ വായിച്ചോ എന്ന്. അല്ല, തനിക്ക് വായിച്ച് കേൾപ്പിച്ചായിരുന്നോ? വേണ്ട, മുകുന്ദ് വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറയുന്നു. എന്തായാലും മുകുന്ദനാണെങ്കിൽ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തതിന് ശേഷം അങ്കിതയാണെങ്കിൽ ജനാലയ്ക്കരികിൽ പോയി വിഷമത്തോടെ നിൽക്കുകയാണ്. അത് മുകുന്ദൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താടോ, എന്ത് ഏയ് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പോൾ മുകുന്ദന് കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഏയ് അതെന്താ അങ്ങനെ പറയുന്നത്? 3-4 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞ് നമ്മുടേതാവുകയാണ്. അപ്പം പിന്നെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റെന്ത് ചിന്തിക്കാനാ? അല്ല, എന്നാലും ശരിക്കും ഞാൻ ആരാ മുകുന്ദ്? ആരുമല്ല. ആരും എന്ന് പറഞ്ഞാൽ ആരുമല്ല, മുകുന്ദൻ അച്ഛൻ, മീനാക്ഷി അമ്മ. അത് നിങ്ങളുടെ കുഞ്ഞല്ലേ, അതിലെനിക്ക് എന്താ റോള്? താൻ എന്താടോ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എപ്പോഴും മുകുന്ദനൊപ്പം നടക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. എന്നിട്ടാണോ ഇപ്പം 4 സ്റ്റെപ്പ് പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് നോക്ക്, ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട. അത് നമ്മുടെ കുഞ്ഞാണ്. മീനാക്ഷി ആരാ? ഒരു സറോഗേറ്റ് മദർ, അത്രമാത്രം. മുകുന്ദ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. നാളെ ഒരിക്കൽ ഞാൻ മരിച്ചു പോവുകയാണ്. അപ്പോൾ ആ കുഞ്ഞിന് അതിൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഞാനെന്ന വ്യക്തി ഇല്ലാതായാൽ ഒരു കുഴപ്പമില്ല. ഹേയ് അങ്കിത, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് എന്നൊക്കെ മുകുന്ദാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ്. അല്ല മുകുന്ദ്, ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി എന്ന് മുകുന്ദിനോട് അങ്കിത പറയുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ തൻ്റെ ഈ സംസാരം? അല്ല, നാളെ മറ്റേ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് അങ്കിതയോട് മുകുന്ദ് ചോദിക്കുന്നുണ്ട്, താൻ എന്താടോ ഈ പറയുന്നത്? 53 വയസ്സുള്ള ഞാൻ 22 വയസ്സ് മാത്രം പ്രായമുള്ള മീനാക്ഷിയെ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ? അതൊക്കെ എങ്ങനെ നടക്കാനാ? നാട്ടുനടപ്പൊന്നും മുകുന്ദ് ആലോചിക്കേണ്ട. ആവശ്യം മീനാക്ഷിയുടേതാണ്. കുഞ്ഞിൻ്റെ അച്ഛൻ മുകുന്ദാണ്. അപ്പം പിന്നെ അത് അംഗീകരിച്ചാലോ? നിങ്ങൾ ഭാര്യ, ഭർത്താവ്, കുഞ്ഞ്, അതൊരു സ്വർഗമായി മുന്നോട്ട് പോകും. പിന്നെ തുളസിച്ചേട്ടൻ, അയാളായിരിക്കും ഇതിനിടയിൽ വില്ലൻ. പക്ഷേ കുഞ്ഞിന് സ്വത്തുക്കളെല്ലാം കിട്ടുമല്ലോ എന്ന് കരുതി അയാളാണെങ്കിൽ അതിനൊക്കെ സമ്മതിക്കുമെന്ന് മുകുന്ദനോട് അങ്കിത പറയുന്നു. ഹേയ്, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എപ്പോഴാണ് താൻ മരിക്കുന്നതെന്ന് പറയേ. എനിക്കെങ്കിൽ മീനാക്ഷിയെ കല്യാണം കഴിക്കാമല്ലോ, ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കാമല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ കൈപിടിച്ചേൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് പോയിക്കോ, അതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നു. വെറുതെ ഓരോ പൊട്ടത്തരം വിളിച്ചു പറയാതെ ലൈറ്റ് അണച്ച് കിടക്കാൻ നോക്കാം അങ്കിത എന്ന് പറഞ്ഞ് മുകുന്ദാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ബെഡിലേക്ക് കിടക്കുന്നു. അങ്ങനെ അങ്കിതയാണെങ്കിൽ സങ്കടത്തോടെ ലൈറ്റ് അണച്ച് കിടക്കുകയാണ്. അങ്ങനെ രാവിലെയാണെങ്കിൽ ചന്ദ്രമോഹൻ മുകുന്ദിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്കിതയാണ് വാതിൽ തുറക്കുന്നത്. സാറില്ലേ? സാറ് കുളിച്ചോണ്ടിരിക്കുക. ചന്ദ്രമോഹൻ, അകത്തേക്ക് വരൂ. അങ്ങനെ അകത്തേക്ക് വിളിച്ചെത്തിയതിന് ശേഷം ഹോസ്പിറ്റലിലെ കാര്യങ്ങളെക്കുറിച്ചാണ് അങ്കിത ചോദിക്കുന്നത്. മീനാക്ഷി എന്തു പറയുന്നു? കുഞ്ഞെന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവൾക്കൊപ്പം ആരുള്ളത്? ബൈസ്റ്റാൻഡറായിട്ട് പ്രസന്ന ചേച്ചിയുണ്ട്. തുളസിയേട്ടനോ? അയാൾ അറിയാമല്ലോ, വീട്ടിലേക്ക് പോയി. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, കുഞ്ഞൊക്കെ സുഖമായി തന്നെ ഇരിക്കുന്നു. അവിടേക്ക് മുകുന്ദ് വരികയാണ്. ആരാ ഇത്? ചന്ദ്രമോഹനോ? എന്താടോ വിശേഷം? എന്തായി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ? അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുകുന്ദ് ഞങ്ങളെന്നിങ്ങനെ അങ്കിത പറയുന്നു. അല്ല സാറേ, പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് നിയമവശാൽ ഉള്ള കാര്യങ്ങൾ. ഇനി എന്താ തീരുമാനം? കുഞ്ഞിനെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങണ്ടേ? അല്ലെങ്കിൽ തുളസിച്ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കുകയെ. കുഞ്ഞിനെ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് ചോദിച്ച് അയാളാണെങ്കിൽ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ തനിക്കറിയാമല്ലോ, പേപ്പേഴ്സ് മറ്റും തയ്യാറാക്കണം. മാത്രമല്ല പ്രസവിച്ച ഉടനെയും അതിന് ബ്രസ്റ്റ് മിൽക്കൊക്കെ വേണ്ടേ? കുഞ്ഞിനെ അങ്ങോട്ട് പെറിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ തുളസിച്ചേട്ടന് മനസ്സിലാവണമെന്നില്ല. അയാൾ ഒരു സൈസ് കാണ്ടാമൃഗമാണെന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചില കൂലിപ്പണിക്കാരെ പോലെ 4 മണി തികയ്ക്കണം, എന്നിട്ട് കൂലി വാങ്ങിയിട്ട് പോകണം. ആ സ്വഭാവമാണ് അയാളുടെ എന്നിങ്ങനെ അങ്കിതയോടും ചന്ദ്രമോഹനോടും മുകുന്ദൻ പറയുന്നു. അതെ, അയാൾക്കൊരു മനുഷ്യപ്പറ്റില്ല. ഇനിയിപ്പോൾ 10 ലക്ഷം കിട്ടാതെയായിരിക്കുമോ അയാളുടെ ഈ വീർപ്പുമുട്ടൽ? ഒരു കാര്യം ചെയ്യേ, അയാളെ 10 ലക്ഷം തരാമെന്നും കുഞ്ഞിനെ കുറച്ച് നാൾ കൂടിയും സംരക്ഷിക്കണമെന്നും ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഞാൻ വിളിക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ വേഗം ചന്ദ്രമോഹൻ തുളസിയെ വിളിക്കുകയാണ്. അതെ തുളസിയേട്ടാ, എവിടെയപ്പോൾ? ഞാനെവിടെയാ? ഞാനെൻ്റെ വീട്ടിൽ. അപ്പോൾ
മീനാക്ഷിക്കരികിലേക്ക് പോയില്ലേ, ഞാനിതിനെ അങ്ങോട്ട് പോകുന്നേ, ഇതേ നോക്ക് കിടന്ന് ഉരുണ്ട് കളിക്കാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ നോക്ക്, എൻ്റെ മകളെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എനിക്കെന്നൊക്കെ പറയുമ്പോൾ അതെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, കുറച്ച് ദിവസത്തേക്ക് പറ്റില്ല. എന്തോന്നൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതേ നോക്ക് എൻ്റെ സ്വഭാവം മാറും, മര്യാദയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ. അല്ല ചേട്ടന് 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ അത് തന്നേക്കാം, 10 ലക്ഷം രൂപയും ആവശ്യമുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോകും വേണം, അതാണല്ലോ കരാറ്. അത് തെറ്റിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും നടപ്പിലാകില്ല സാറേ, വെറുതെ കളിക്കാൻ നിൽക്കരുതെന്ന് തുളസി വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് പറയുന്നു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചന്ദ്രമോഹൻ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അങ്കിതയോടും മുകുന്ദനോടും പറയുന്നുണ്ട്, അയാൾ പിടിച്ച പിടിയിൽ തന്നെയാണ്, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നു, താൻ ഒരു കാര്യം ചെയ്യ്, അയാളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് മുകുന്ദൻ ചന്ദ്രമോഹനോട് പറയുന്നു. മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് ചന്ദ്രമോഹൻ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ തുളസിയെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം തുളസീധരനാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിൽ അയാളെ നോക്കുന്നു. അതെ ചേട്ടാ, ഞാൻ ചേട്ടനെ കാണാനായിട്ട് വന്നതാണ്. ആ പറയേ, മനസ്സിലായി, അല്ലാതെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് വേറെ ആരെ കാണാനാണ്? മീനാക്ഷിയെ കാണാനായിട്ടാണെങ്കിൽ ഇനി പറ്റില്ല, കരാറും കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകാത്തത്? അല്ല ചേട്ടനെന്താ ഹോസ്പിറ്റലിലേക്ക് പോകാത്തത്? ഓ പിന്നെ ഞാനെന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അതിൻ്റെയൊന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മര്യാദയ്ക്ക് കുഞ്ഞിനെ എടുത്തിട്ട് പോ, കഴിഞ്ഞില്ലേ? എൻ്റെ മോളെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ കുഞ്ഞ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ തുളസീധരൻ പറയുമ്പോൾ ചേട്ടൻ ഒരു മനുഷ്യരായിട്ട് ചിന്തിക്ക്, ആ കുഞ്ഞിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പേപ്പേഴ്സും മറ്റും ശരിയാക്കണം. ഓ പിന്നെ ഇന്നലെ ജനിച്ചു പോണ കുഞ്ഞിനല്ലേ പേപ്പേഴ്സും മറ്റും ശരിയാക്കുന്നത്? താൻ ആരെയോടെ ഇങ്ങനെ പൊട്ടനാക്കുന്നത്? മര്യാദയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ അത് കാറി പൊളിക്കും. ഇതുവരെ ഭാഗ്യത്തിന് ഒരു മനുഷ്യ കുഞ്ഞു പോലും മീനാക്ഷി പ്രസവിച്ചു എന്നോ ഗർഭിണിയായ കാര്യമോ അറിഞ്ഞിട്ടില്ല. ഇനി ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ അറിയിക്കാനാണ് പ്ലാനിങ് എങ്കിലേ തന്നെയൊന്നും വെച്ചേക്കത്തില്ല, നിയമപരമായിട്ട് ഞാനും പോകുമെന്ന് പറയുന്നു തുളസീധരൻ. ഇത് കേട്ടിട്ട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ചേട്ടാ അതൊക്കെ അറിയാം. എടോ എന്തറിയാമെന്ന്? ആ കുഞ്ഞെ ഇവിടെ വന്ന് കാറി വിളിച്ചാലേ ആകെ പ്രശ്നവും, നാട്ടുകാരൊക്കെ കേൾക്കും. പിന്നെ അതിൻ്റെ കാറല്ലോ കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകമാണെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് ചന്ദ്രമോഹന് നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. ചേട്ടനൊരു മുത്തശ്ശനായില്ലേ, ഗ്രാൻഡ് ഫാദർ? ഓ പിന്നെ മുത്തശ്ശൻ, അതിനെ ആ കുഞ്ഞ് എൻ്റെ മോളുടേതൊന്നല്ലല്ലോ, ഏതോ ഒരുത്തൻ്റെ കുഞ്ഞ്, അതും കുത്തി വെച്ചിട്ടുണ്ടായത്. ഇങ്ങനെയൊക്കെയാണോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? എൻ്റെ മോൾക്ക് കുഞ്ഞുണ്ടാവണമെങ്കിലേ ഞാൻ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാവുന്ന കുഞ്ഞിനെ എൻ്റെ പേരക്കുട്ടിയായിട്ട് ഞാൻ സ്വീകരിക്കുകയുള്ളൂ, അല്ലാതെയൊന്നും ഒരു കാരണവശാലും അതിനെ ഞാൻ കുഞ്ഞായിട്ട് കാണില്ല, എൻ്റെ പേരക്കുട്ടിയായിട്ട് കാണില്ല എന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ സംസാരിക്കല്ലേ, ആ കുഞ്ഞിന് മുലപ്പാലൊക്കെ കിട്ടേണ്ടതല്ലേ, അപ്പം മീനാക്ഷിക്കൊപ്പം ഇരുന്നല്ലേ പറ്റൂ. സാറേ ഒരുമാതിരി പൊട്ടം കളിപ്പിക്കല്ലേ, ഇതൊന്നും കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നൊക്കെ തുളസീധരൻ പറയുന്നു. സാറേ പാവങ്ങളാണെന്ന് പറഞ്ഞിട്ട് പൊട്ടം കളിപ്പിക്കാൻ നോക്കരുതെന്നൊക്കെ വീണ്ടും വീണ്ടും തുളസി പറയുമ്പോൾ ചേട്ടാ കുറച്ചുകൂടി നാൾ ആ കുഞ്ഞിനെ സംരക്ഷിച്ചേ മതിയാകൂ, അല്ലാതെ മറ്റൊരു വഴിയില്ലെന്നിങ്ങനെ ചന്ദ്രമോഹൻ തുളസിയോട് കാല് പിടിച്ച് കെഞ്ചാണ്. അതെ 10 ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ടേ ആ കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് പോയിക്കൊള്ളണം, അല്ലാതെ തുളസിക്ക് മറ്റൊന്നും പറയാനില്ലെന്നിങ്ങനെ തുളസീധരൻ ഉറപ്പിച്ച് പറയുകയാണ്. ചേട്ടാ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കല്ലേ, ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പോലീസും മറ്റും ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും? ആ മേഡമാണെങ്കിൽ പ്രസവിച്ചിട്ടില്ല, പിന്നെ ഈ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ? ദത്തെടുത്തു എന്ന് പറയടോ എന്നിങ്ങനെ തുളസീധരൻ മുഖത്തടിച്ചതുപോലെ പറയുന്നു. ദത്തെടുക്കുകയാണെങ്കിലും അതിനുള്ള ഫോർമാലിറ്റീസും പേപ്പേഴ്സൊക്കെ ഉണ്ട്, നിയമപരമായിട്ട് ഞങ്ങൾ പിടിക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ ഓഹോ നിങ്ങൾ പിടിക്കപ്പെടും, ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ, മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോളണം. അതെ ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും എന്നോടൊരു കടപ്പാട് വേണം നിങ്ങൾക്ക്. നിങ്ങളെ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഞാനായിരുന്നു നിങ്ങൾക്ക് എല്ലാമായിട്ട് വന്നത്. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് 36 തവണയെങ്കിലും ഞാൻ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അന്നം തന്നതും ഡ്രസ്സും അതുപോലെ നിങ്ങളുടെ ഇളയ മകളെ പഠിപ്പിക്കുന്നതൊക്കെ ഞാനാണെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് തുളസീധരൻ പറയുന്നുണ്ട്, താൻ എന്നെ പൊട്ടനാക്കാൻ നിൽക്കണ്ട, എങ്ങാണ്ടോ ഇരുന്ന മുകുന്ദ മേനോനല്ലേ ഞങ്ങൾക്ക് പൈസയും മറ്റും അയച്ചു തന്നിരുന്നത്, അല്ലാതെ താനല്ലല്ലോ, അത് എന്നിലൂടെയാണല്ലോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, നന്ദികേട് കാണിക്കല്ലേ ചേട്ടാ എന്ന് പറയുമ്പോൾ ഇനി എനിക്കൊന്നും പറയാനില്ല, മര്യാദയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് എൻ്റെ മോളെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ്, താൻ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രമോഹനെ ആട്ടിവിടുന്നു. അയാളാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് കാറിനടുത്ത് എത്തിയിട്ട് തുളസീധരൻ ഒന്ന് നോക്കുന്നുണ്ട്, എന്നോടാ അവൻ്റെയൊക്കെ ഒരു കളി എന്ന് പറഞ്ഞ് തുളസിയാണെങ്കിൽ നെഞ്ചും വിരിച്ച് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.